നെറ്റ് കൊണ്ടൊരു റോസ് ഫ്ലവർ സ്റ്റിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ബേസായിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഈ സർക്കിളിന് ചുറ്റും ഇടണം. ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം, 7 അല്ലെങ്കിൽ 9 അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കൗണ്ട്. ഞാനിതിൽ 9 സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഇടുന്നത് ഈ റൗണ്ടിന് ചുറ്റുമായിട്ട്. അങ്ങനെ നമ്മൾ 9 സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നോട്ട് ഇട്ടിട്ട് അത് സെക്യൂർ ചെയ്യുക. ശേഷം ഇതുപോലെ ബിഗ് ഐ ഉള്ള ഒരു നീഡിൽ എടുക്കുക. അതിൽ നെറ്റ് ഒരു 1.5 ഇഞ്ച് വീതിയുള്ള റിബൺ പോലെ മുറിച്ചത് കോർക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ സൂചി തന്നെ വേണമെന്നില്ല, വലിയ ഐ ഉള്ള ഏത് നീഡിലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് എവിടെയും നോട്ട് ഇട്ടിട്ട് ഫിക്സ് ചെയ്യേണ്ട. നമ്മളെ ക്ലോത്ത് ബിഗ് ഹോൾസ് വീഴും. അതുകൊണ്ട് ഇതുപോലെ പിടിച്ചാൽ മതി. ഒരു ഫിംഗർ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇടവിട്ട സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ ഇത് കോർത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊരു ക്ലിയർ പിക്ചർ കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം കുറച്ചൊരു തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അത് ഈ സ്റ്റിച്ചസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അടിയിലേക്കായിട്ട് അത് കവർ ചെയ്ത് പോയിക്കോളും. അപ്പോൾ നമ്മൾ എവിടെയും നോട്ടൊന്നും ഇട്ടിട്ട് അത് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും അത് പൊന്തി പുറത്തേക്കൊന്നും വരില്ല. അങ്ങനെ നമ്മൾ റോസ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് തീരാനായി. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചൊരു തുമ്പ് മാത്രം ബാക്കി വയ്ക്കുക. സൂചി നൂല് ഉപയോഗിച്ചിട്ട് അത് നല്ലോണം ഫിക്സ് ചെയ്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.